இப்போ நீங்கள் நினைக்கிற அந்த ஹார்ன் வந்து வேறு எதுவுமே கிடையாது. அது வேறு யாரும் இல்லை, நான் தான். ജയിലർ അൺലോക്ഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോക്ക് ബുദ്ധിമുട്ടായല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്റെ അമ്മേ, വീട്ടിൽ വരുന്ന അതിഥികളോട് മര്യാദ കാണിക്കുന്നതും അവരെ സൽക്കരിക്കുന്നതും ബുദ്ധിമുട്ടാണെന്ന് ആരാ പറഞ്ഞേ? അപ്പോ അമ്മയുടെ തറവാട്ടിലെ അതിഥികളും മറ്റും വരുമ്പോ അവരെ സൽക്കരിക്കാറില്ലേ? പിന്നില്ലേ, ആര് വന്നാലും അവരെ പൂർണ്ണ സംതൃപ്തിയോടെ തിരിച്ചയക്കാറുള്ളൂ. അതായിരുന്നു അച്ഛന്റെ ശീലം. ആ, ഞങ്ങളും അങ്ങനൊക്കെ തന്നെ. ഇപ്പോ അമ്മയാ ഞങ്ങളുടെ അതിഥി, അപ്പൊ പിന്നെ സൽക്കരിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മ ചായ കുടിക്ക. കുടിക്കേ. അയ്യോ, എന്താ അമ്മേത്? എന്തിനാ കണ്ണു നിറഞ്ഞ? നിന്നെ പോലൊരു മകള് ഏത് വീടിന്റെയും പുണ്യ മോളെ. അത്രയ്ക്ക് നന്മയാ നിന്റെ ഉള്ളില്. ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും നീ എന്നെ സ്നേഹിച്ചില്ലേ? ഇന്നിതാ ഈ വീട്ടില് കിടക്കാൻ ഒരു മുറി തന്നില്ലേ? അമ്മേ, ഇതൊക്കെ എന്റെ കടമയല്ലേ? ഒരു അപകടത്തിൽപ്പെട്ട എന്നെ ഈശ്വരനല്ലേ അമ്മയുടെ അടുത്ത് എത്തിച്ചത്. അതുകൊണ്ടല്ലേ എനിക്ക് അമ്മയെ കിട്ടിയത്. പക്ഷെ ഞാനോ പൂജമോളെ പ്രസവിച്ച അമ്മയ്ക്കൊരു ശല്യമാകാനല്ലേ വന്നത്? ഒരു പക്ഷെ നന്ദേട്ടൻ എന്നെ വിവാഹം ചെയ്യാതിരുന്നത് ദൈവനിശ്ചയമായിരിക്കും. നിന്റെ ജന്മം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാവണമെന്നത് ദൈവത്തിന്റെ നേരത്തെയുള്ള തീരുമാനമായിരുന്നു മോളെ. ഈ വീടിനും സമൂഹത്തിനും മോള് ആവശ്യമുണ്ടായിരുന്നു. അതിന് തടസ്സമായി നിന്ന എന്നെ ചിലപ്പോ നന്ദേട്ടനിൽ നിന്നും എന്നെ അകറ്റിച്ചതായിരിക്കും. പക്ഷെ ഇന്നിതാ ആ മോൾക്ക് ഞാനൊരു ബാധ്യതയായി ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഒരിക്കലും അമ്മ ഞങ്ങൾക്കൊരു ബാധ്യതയല്ല. അങ്ങനെയാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും അങ്ങോട്ട് വരാതിരിക്കായിരുന്നല്ലോ.